ആരാ ഫൈനലിൽ ജയിക്കുക ഫുട്ബോളിൽ? അർജന്റീന. സ്പെയിൻ ജയിക്കൂല? ഇല്ല, അത് നമുക്കില്ലതാ. മെസ്സി ഗോൾഡൻ ബൂട്ടും തൂക്കും. ഉറപ്പാ? ഇൻഷാ അല്ലാഹ്. അത് വെയിറ്റ് ആൻഡ് സീ. പക്ഷേ ഒരു മിടുക്കിയാട്ടോ, അത് സംഗതി നിങ്ങൾ കാണണം. ഇത് ഫുട്ബോൾ പ്രേമികൾക്ക് മാത്രമല്ല, സാധാരണ മലയാളത്തിലൊക്കെ കുട്ടികൾ പുസ്തകം എഴുതാറുണ്ട്. ഇത് ഇംഗ്ലീഷിൽ, അതും മെസ്സിയെക്കുറിച്ച്, റൊണാൾഡോയെക്കുറിച്ച്, അതേപോലെ തന്നെ നെയ്മറെക്കുറിച്ച്, പിന്നെ അവരുടെ ജീവിതം, കുട്ടികൾക്ക് വേണ്ട മോട്ടിവേഷനൊക്കെ ഒരു പുതിയ വീഡിയോ കേട്ടോ, മിസ് ചെയ്യരുത്. ഈ മിടുക്കിക്ക് ഫലസ്തീൻ അംബാസഡറുടെ അഭിനന്ദനം ലഭിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടിയാണ്. സ്പോർട്സ്, ആർട്സ്, എഴുത്തിലും പ്രസംഗത്തിലും സ്വിമ്മിങ്ങിലും. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കവിതകളാണ് തോന്നുന്നത്, ഇംഗ്ലീഷിലാണ്. ഇതിൽ നോക്കി നിങ്ങൾ ഫുട്ബോൾ, പിന്നെന്താണ് ഒരു മുഖചിത്രമൊക്കെ ഫുട്ബോളാണ്. അതെന്താ സംഭവം? എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. കളിക്കാനും കാണാനും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഈ ബുക്കിൽ ഫുട്ബോൾ ആഡ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. പേര് പറഞ്ഞു കൊടുക്ക്. എൻ്റെ പേര് റെയ്സ റിയാസ് PP. ഞാൻ 9th പഠിക്കുന്നു. സ്ട്രൈറ്റ് പാത്ത് ഇൻ്റർനാഷണൽ സ്കൂളാണ് പഠിക്കുന്നത്. ഇതിലെന്താണ് കണ്ടന്റ് ഉള്ളത്? എന്തൊക്കെയാണ് സംഗതികൾ? ലൈഫിൽ നമുക്ക് കുറേ അപ്സും ഉണ്ടാവും, ഡൗൺസും ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ എപ്പോഴും ട്രൈ ചെയ്യുക, നമ്മുടെ ഡ്രീംസിന് ചേസ് ചെയ്യുക. അതുപോലെ എല്ലാം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസും എല്ലാം മിക്സ് ആക്കിയിട്ടില്ലാണ് ഈ പുസ്തകത്തിൽ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധി ഉണ്ടാവും പല രീതിയിൽ. അത് തരണം ചെയ്യാൻ നമ്മൾ പഠിക്കണം, പ്രാപ്തമാവണം. അടിപൊളി. എവിടുന്ന് ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ ആശയങ്ങളാണ് കിട്ടിയത്? ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. എത്ര പോയംസ് ഉണ്ട് ഇതിൽ? ഏകദേശം 40 പേജ് വരുന്നുണ്ടാവും. ആഹാ. ഇതാരാ പബ്ലിഷേഴ്സ്? ആരാ? വേൾഡ് പ്ലസ് അല്ലെങ്കിൽ ബുക്ക് പ്ലസ് ആണ് അല്ലേ? പിന്നെ എങ്ങനെയുണ്ട്? ടീച്ചേഴ്സൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആണ്. പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ബുക്ക് ഇങ്ങനെ എത്താൻ കാരണം. ഇതിന് മുന്നേ എന്താണ് എക്സ്പീരിയൻസ്? എഴുതിയിരുന്നോ, പ്രസംഗിക്കോ, എന്തൊക്കെയാണ് സംഗീത പ്രേക്ഷകർ പറഞ്ഞു കൊടുക്കുന്നത്? നിന്നെപ്പോലെ ഒരു കുട്ടീൻ്റെ അറിയാൻ താല്പര്യം ഉണ്ടോ? എന്തൊക്കെയാണ് നീ എന്താണ്? ഞാൻ സ്കൂളിൽ ഇങ്ങനെ എഴുതിയിരുന്നു, പോയിംസ് എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബുക്ക് ആക്കണം എന്ന് ഇപ്പോൾ അടുത്തായിട്ട് ആണ് എനിക്ക് തോന്നി. അങ്ങനെ എഴുതി പബ്ലിഷ് ആക്കി. പിന്നെ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. ഏതാ ടീം? ഏതാ? ഞാൻ അർജന്റീന. ഫൈനലിൽ അർജന്റീന ജയിക്കോ? സിമ്പിളായി തൂക്കും. അതെന്താ അർജന്റീന തൂക്കും എന്ന് പറയാൻ കാരണം? മെസ്സി ഇല്ലേ, മെസ്സിക്ക് ഇല്ലതാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ്. അപ്പോൾ ഏതായാലും നമുക്ക് ഫൈനലിൽ കാണാം അല്ലേ? പക്ഷേ എതിരാളികൾ സ്പെയിനാണ്. അതൊന്നും വിഷയമല്ല. കഴിഞ്ഞ കളി കണ്ടില്ലേ? നല്ല കളി. ഇംഗ്ലണ്ടിനെ 85 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഏതാ കളി? ആ കളി കളിച്ചാൽ എന്തായാലും നമുക്ക് തൂക്കാനുള്ളത് പറ്റൂല. അടിപൊളി. നോക്കാം, നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ലാസ്റ്റ് ആയിട്ട് 3 ലെജൻഡ്സ് ആണ് നമ്മൾ ഫുട്ബോളിന്റെ വീട് പറയാൻ നിൽക്കുന്നത്. പറഞ്ഞോളൂ. നെയ്മർ, റൊണാൾഡോ, മെസ്സി. അപ്പൊ ഇവര് 3 പേരും ഈ ബുക്കിലുണ്ട്. ഇവരെ കുറിച്ചില്ല, ചെറുതാക്കിയിട്ട്, ടോട്ടലില്ലത് ചെറുതാക്കിയിട്ട് ഒരു കവിത ആക്കി. ഏതാണ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു. മെസ്സി അല്ലേ? നീ മെസ്സി ഫാൻ അല്ലേ? മെസ്സിയെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. പ്രേക്ഷകരൊന്നും അറിയട്ടെ അല്ലേ? അതൊന്ന് വായിച്ചേ. The boy from Rosario, the man who proved me every dark night light up one day or another, the man who never played for success, but one who worked until his last breath. For every 2014, there is always a 2022. 60 years of hope from 2006 loss until in 2022, World Cup found in its right place. This man shines in my heart like stars that shine in the sky. This man, the best, the one, the love, the God, Lionel Andres Messi. എന്താണ് ഉദ്ദേശം? മലയാളം ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു കൊടുത്തേക്ക് പ്രേക്ഷകർക്ക്. മലയാളം, ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയില്ലല്ലോ, അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാ ഡാർക്ക് മൊമെൻറ്റിലും നമുക്ക് ഒരു വെളിച്ചം നമുക്ക് ഉണ്ടാവും. അതേപോലെ മെസ്സി ജർമ്മനിനായിട്ട് 2014 തോറ്റിട്ട് 2022 ഒരു കംബാക്ക് ഇല്ലേ, അതേപോലെ നമ്മളെല്ലാവരുടെ ലൈഫിലും ഇതുപോലൊരു കംബാക്ക് ഉണ്ടാവും. അതിന് വേണ്ടി വെയിറ്റ്. ഇത് പിന്നെ ഉപ്പ റിയാസ്, ഉമ്മയാണ് സുഹൃത്തുക്കളെ. ഉമ്മ എൻ്റെ നെയ്ബറാട്ടോ, സഫീറ. ഞങ്ങൾ തൊട്ടടുത്ത വീട്ടുകാരാണ്. ഞാൻ സ്ട്രൈറ്റ് പാത്തിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. എന്താണ് മകളെ കുറിച്ച്? അതാണ് അറിയേണ്ടത്. ഇതിന്റെ സാഹചര്യം എങ്ങനെ? സത്യം പറഞ്ഞാൽ പ്രൗഡാണ്. അവള് പിന്നെ ഒരുവിധം എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. കാരണം
നമ്മളൊരു അക്കാഡമിക്സിൽ മാത്രം ഫോളോ അതിൽ മാത്രം നിൽക്കുക എന്നുള്ളതല്ല അവളുടെ ഒരു കാഴ്ചപ്പാട്. ഉമ്മ ടീച്ചർ ആയതുകൊണ്ടാണോ? അല്ലല്ലോ, അതുകൊണ്ടല്ല. കാരണം ഞാൻ എന്ന നിലയിൽ ഇപ്പം എൻ്റെ കുട്ടിക്കാലം ആലോചിച്ചാൽ ഞാൻ ഒന്നുക്കും ഇല്ലാതെ വളരെ ഇൻട്രോവേർട്ടായിട്ട് ഇപ്പോഴാണ് ഞാൻ എല്ലാം ഡ്രീമുകളൊക്കെ ചേസ് ചെയ്തത്. പക്ഷെ അവളെ സംബന്ധിച്ച് അവൾ ആദ്യമേ ഇതാണ്, പബ്ലിക് സ്പീക്കിംഗ് ഓക്കെയാണ്, സ്കേറ്റിംഗ്, ഫുട്ബോള്, അതുപോലെ പിന്നെ ബാഡ്മിൻ്റൺ, ചെസ്, ഇതൊക്കെ അവള് സഹോദയയിൽ CBSEയിൽ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അവള് വിന്നർ ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നമ്മുടെ സ്കൂളിന്റെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. അതെ, ഇപ്പോൾ ഓതേഴ്സ്, അതായത് 70+ ഓതേഴ്സിനെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അതെ, അപ്പോൾ അവിടുന്നാണ് ഇൻസ്പയർ ആയി അവൾ അത് എഴുതി തുടങ്ങിയത്. മെസ്സി ഫാൻ ആയതുകൊണ്ട് മെസ്സിയെ കുറിച്ച് ഭയങ്കരമായിട്ട് എഴുതുകയും നെയ്മറും അതേപോലെ തന്നെ റൊണാൾഡോയും മോശമായിട്ട് എഴുതിയിട്ടുണ്ടോ? എന്താ എഴുതിയിട്ടുള്ള പ്രേക്ഷകർ പറഞ്ഞെടുത്ത? നെയ്മറിനെ കുറിച്ച് എല്ലാവരും പറയല് ഇഞ്ചറി അല്ലെങ്കിൽ പരിക്ക് പറ്റിയോണ്ട് കളിക്കാൻ പറ്റാത്ത ഒരു രാജാവാണ് നെയ്മർ ജൂനിയർ. അതുകൊണ്ട് മാത്രമാണ് നെയ്മർ ജൂനിയറിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ കാരണം. റൊണാൾഡോൻ്റെയും മെസ്സിൻ്റെയും കാലഘട്ടത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് നെയ്മർ ജൂനിയർ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ട വന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു നെയ്മറും നല്ലൊരു കളിക്കാരനാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡോയെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താ എഴുതിയിട്ടുള്ളത് ഈ കവിതയിൽ? എന്താണ് പോയം പറഞ്ഞാൽ മതി. റൊണാൾഡോനെ കുറിച്ച് നോർമലി എല്ലാവരും മെസ്സി ഫാൻസിനൊന്നും റൊണാൾഡോനെ ഇഷ്ടമല്ല, അങ്ങനെ ആവും. പക്ഷെ ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ റൊണാൾഡോയും മികച്ച കളിക്കാരൻ തന്നെയാണ്. റൊണാൾഡോക്ക് വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല, പക്ഷേ ലൈഫിൽ പറ്റുന്ന ഏറ്റവും ഡൗൺഫാളിൽ നിന്നാണ് ഇത്രയും വളർച്ച നേടിയ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഹെഡിങ് എന്താ? നെയ്മർ ജൂനിയർ എവരിബഡി. മറ്റാളുടെ ഹെഡിങ് എന്താണ്? റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. നമുക്ക് ചില സമയത്ത് നല്ല മാർക്ക് ഉണ്ടാവും, 90% ഒക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ മാർക്ക് ഇങ്ങനെ കുറഞ്ഞ് വരും. പക്ഷേ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, നമ്മൾ തളരാൻ പാടില്ല. അപ്പോഴും മനസ്സിലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതെ നമ്മളെ ഡ്രീം നമ്മൾ ചേസ് ആക്കണം. അതും ഈ ബുക്കിൽ ഞാൻ. എന്താണ് ഹെഡിങ് വരുന്നത്? The Fall. അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ, ഏതായാലും സന്തോഷം. ഇത് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോഴേ വായിച്ചു നോക്കി. ഞങ്ങളിവിടെ ഒയാസീസിൽ ചായ അടിക്കാൻ വന്നതായിരുന്നു. അപ്പോഴാണ് ഇവരും ചായ അടിക്കാൻ വന്നത്, ഉപ്പയമ്മീൻ്റെ കൂടെ വന്നതല്ലേ. അങ്ങനെയാണ് പുസ്തകം ഗിഫ്റ്റ് നോക്കിയപ്പോൾ മനോഹരം, അടിപൊളിയായിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഡിസൈനിങ്ങും ഇതിലോരോ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും അടിപൊളി. ആണോ അല്ലേ? ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ട് ഉണ്ട്. ഓല് കാരനാണ് ഇപ്പൊ ഇതൊക്കെ വരാനില്ല ഒരു റീസൺ. നീ വല്യപ്പാന്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഇപ്പൊ ഈ വീഡിയോ കാണും. എന്താണ്? എന്റെ ഉപ്പാന്റെ പേര് ഷെരീഫ് എന്നാണ്. ഷെരീഫ്. ഞങ്ങൾ ചെറിയപ്പൂന്നാ വിളിക്കാറുള്ളത്. പാലപ്പുറ കേട്ടോ. പാലപ്പുറക്കാരാണ് ഞങ്ങള്, കൊട്ടക്കൽ. ഉമ്മമാന്റെ പേര്? ഉമ്മമാന്റെ പേര് ആബിദ. ആബിദ ആണല്ലേ. ഇനി ഉപ്പാന്റെ പേര് റിയാസ്. എങ്ങനെയുണ്ട് റിയാസ്? എങ്ങനെയുണ്ട്? ഉപ്പ എങ്ങനെയുണ്ട് സപ്പോർട്ട്? ഉമ്മ ടീച്ചറാണ്, ഓൾറെഡി സപ്പോർട്ട് ഉണ്ടാവും. ഉപ്പാണ് സ്പോർട്സിന്റെ കാര്യത്തിൽ എനിക്ക് വേണ്ടി അതാണ്. ഇടക്കിടക്ക് സ്കേറ്റിംഗ് ഉണ്ട് ട്ടാ, ഫുട്ബോൾ ഉണ്ട് ട്ടാ, ചെസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്. അത് നല്ല കേട്ടാ. ലൈഫിലേ നമുക്ക് കിട്ടാത്ത കുറേ സംഭവങ്ങളുണ്ട്, നഷ്ടപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റിനൊക്കെ നമ്മൾ സെലക്ഷന് പോയിട്ട് കിറ്റില്ലാതെ നമ്മൾ സെലക്ഷൻ കിട്ടിയിട്ടും കിറ്റൊന്നും ഇല്ലാതെ തിരിച്ചു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. നമ്മളെ സാഹചര്യം എങ്ങനെയാണ് അന്നത്തെ സിറ്റുവേഷൻ. പക്ഷെ നമ്മളെ മക്കൾക്ക് അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. സ്കൂളിൽ പിന്നെ എച്ച്എംആരാ, പ്രിൻസിപ്പളാരാ? ആണ്, ഉഷാറാണ്. സ്കൂൾ എങ്ങനെയുണ്ട്? സ്ട്രേറ്റ് പാത്ത് സ്കൂള് നല്ല സ്കൂളാണ്. എല്ലാ ആക്ടിവിറ്റീസിലും എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയ എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ CEO ഡോക്ടർ റഫീഖ് സർ ഭയങ്കര ഇൻസ്പിറേഷനാ, ഒരു മോട്ടിവേഷൻ. നമുക്ക് എല്ലാവർക്കും ഐഡിയൽ ആക്കാൻ പറ്റിയത്. തങ്ങന്മാരൊക്കെ അവിടെ വരാറുണ്ടോ? പണക്കാട് എല്ലാരും. മുനവൃത്തങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മുനവൃത്തങ്ങൾക്ക് പുസ്തകം കൊടുത്തോ? ഇല്ല, കൊടുക്കണം. അല്ലാ, അത് കൊടുക്കണ്ടേ? അതോടുകൂടി നീ ഫേമസ് ആവൂലേ? സാധാരണ കുട്ടികൾ ബുക്ക് എഴുതാറുണ്ട്, അത് മലയാളത്തിലാണ് അധികം ഉണ്ടാകാറുള്ളത്. ഒന്ന് ഇംഗ്ലീഷിലാണ്, മറ്റൊന്ന് ഫുട്ബോളിനെ കുറിച്ചാണ്. ഒരു പെൺകുട്ടിയാണ് എഴുതിയത്. തികച്ചും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവള് പിന്നെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉമ്മയുടെ വീട്ടിൽ നിന്നേ പിന്നെ ഉമ്മാന്റെ മൂത്താപ്പുണ്ട്, എൻ്റെ സുഹൃത്ത്. ആരാ? കോയാജി. എങ്ങനെയുണ്ട്? സപ്പോർട്ടല്ലേ? ഉമ്മാക്ക് ഒരു ചാനലില്ലേ? എന്താണ് ചാനലിന്റെ പേര്? സഫീറ റിയാസ്.